നേരത്തെ തന്നെ വിഭാവനം ചെയ്തതാണെങ്കിലും ഒരു 100 കൊല്ലത്തെ സ്വപ്നമാണ് മുനമ്പം അഴീക്കോട് പാലം. 168 കോടി രൂപയുടെ കിഫ്ബി പ്രൊജക്റ്റാണ്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തി നമ്മൾ എല്ലാ റോഡുകളും പൊതുവെ സഞ്ചാരയോഗ്യമാക്കി മാറ്റി. 5500 കോടിയോളം രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് സ്ഥലമെടുപ്പിന് നൽകാൻ നല്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച ഒരു ആർജവമാണ് ഇന്ന് നാഷണൽ ഹൈവേ 66 യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. DBFOT എന്ന മാതൃകയിൽ 2762 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ആ കടലിനടിയിലൂടെയുള്ള തുരങ്കപാത എന്നുള്ള ആശയം വലിയ മഹത്തായ പദ്ധതിയാണ്. വൈപ്പിങ്കരയുടെ എന്ന് മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ തുരങ്കപാത എന്നുള്ള ആശയം. ഈ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട് വൈപ്പിനിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം അവിടെ സാധ്യമായിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ യഥാർത്ഥത്തിലില്ല. ഭൂമിയുടെ പരിമിതികളാണ് അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വൈപ്പിൻ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികമായ സൗകര്യങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ബോൾഗാട്ടി പാലസ്, നമ്മുടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബോൾഗാട്ടി പാലസും സ്വകാര്യ മേഖലയിലുള്ള ഹയ്യാത്തുമാണ് പ്രധാനമായിട്ടും. ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്ന ഇടം. ബാക്കി സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇനിയും വരേണ്ടതുണ്ട്. ഒരു ബസ്സിന് ഒരു വിഭാഗം ആളുകൾ വന്നാൽ അത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലുകളോ അതെല്ലാം വരേണ്ടതുണ്ട്. നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് അവിടെ? വൈപ്പിൻ മണ്ഡലത്തിലെ റോഡുകൾ ഒരു പരാതികളും യഥാർത്ഥത്തിൽ വൈപ്പിൻ മണ്ഡലത്തിൽ 25 കിലോമീറ്റർ നീളത്തിലുള്ള റോഡെന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ 37 കോടി രൂപയാണ് KSTP എന്നൊരു പറയുന്ന പദ്ധതി വഴി ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അത് പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വരെ ഏർപ്പാട് ചെയ്ത് റോഡിൻ്റെ ഇരുവശവും കാനകളും അതിൻ്റെ മുകളിൽ കവർ സ്ലാബ് പോയിട്ട് നല്ല സഞ്ചാരയോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. വൈപ്പിങ്കര പലപ്പോഴും റോഡ് അപകടങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മരണമെങ്കിലും സംഭവിക്കുമായിരുന്നു. ഇപ്പം അതിനെല്ലാം മാറ്റം വന്നു. വാഹനങ്ങൾ വന്നാൽ ഒതുക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കാൽനട യാത്രക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് അതിമനോഹരമായി പരമാവധി ഫുൾ വിഡ്ത്തിൽ എടുത്ത് ലോക്കിംഗ് ടൈലെല്ലാം ഇട്ട് വളരെ മനോഹരമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി 700ഓളം വരുന്ന ലാമ്പ് പോസ്റ്റുകളും കൂടി വരും. അപ്പോൾ ആ ലാമ്പുകളൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രികാലങ്ങളിലുള്ള സഞ്ചാരം വളരെ മനോഹരമായിരിക്കും. അതുകൂടാണ്ട് 8-10 ചെറിയ ബ്രിഡ്ജുകളുടെ മേഖലകളിൽ നമ്മൾ സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടുകൂടി സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രകാശം വരുത്തുന്ന ലാമ്പുകളുമെല്ലാം ഈ അടുത്ത കാലത്ത് നമ്മൾ കമ്മീഷൻ ചെയ്യുകയുണ്ടായി. മറ്റൊന്ന് പ്രധാനപ്പെട്ട റോഡ് കായലോര റോഡാണ്. വരാൻ പോകുന്ന തീരദേശ റോഡല്ല, ഇപ്പൊ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് റോഡുണ്ട്. ഞാൻ വന്ന സമയത്ത് തന്നെ പുതുവൈപ്പ് മുതൽ മുനമ്പം വരെ ആ റോഡ് നല്ല സഞ്ചാരയോഗ്യമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുളവുകാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 റോഡുകളാണ് വല്ലാർവാടം പനമ്പുകാട് റോഡ്, അതുപോലെ മുളവുകാട് ഈ ബോൾഗാട്ടി മുതൽ മുളവുകാട് നോർത്ത് വരെയുള്ള റോഡ്, അതെല്ലാം സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. കടമക്കുടിയിൽ ഞാൻ വന്ന ഉടനെ തന്നെയാണ് PWD റോഡ് 3 കോടി രൂപ മുടക്കിയാണ് സഞ്ചാരയോഗ്യമാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തി നമ്മൾ എല്ലാ റോഡുകളും പൊതുവെ സഞ്ചാരയോഗ്യമാക്കി മാറ്റി. ഈ കടലിലൂടെയുള്ള തുരങ്കപാത എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അവസ്ഥ എന്താ? അത് നമ്മുടെ തീരദേശ റോഡുമായി ബന്ധപ്പെട്ടാണ്. സർക്കാരിന്റെ 3 സ്റ്റാർ പ്രൊജക്ടുകളാണ്. ഒന്ന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണെങ്കിലും നമ്മുടെ നാഷണൽ ഹൈവേ 66ന്റെ വികസനം. പഴയ UDF ഭരണം ഉപേക്ഷിച്ചു പോയ ഒന്നാണ് നാഷണൽ ഹൈവേ 66ന്റെ വികസനം. 5500 കോടിയോളം രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് സ്ഥലമെടുപ്പിന് നൽകാൻ നല്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച ഒരു ആർജവമാണ് ഇന്ന് നാഷണൽ ഹൈവേ 66 യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. 6 വരി പാതയിൽ 6 വരി ആയി നിശ്ചയിച്ചിട്ടുള്ള പാത 2026 കമ്മീഷൻ ചെയ്യപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് നാഷണൽ ഹൈവേയുടെയാണ്, കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ആണെങ്കിലും ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻകൈ എടുത്തത് നമ്മുടെ ഗവൺമെന്റ്. സ്ഥലമേറ്റെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മലയോര ഹൈവേ. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സ്റ്റാർ പ്രൊജക്റ്റാണ് നമ്മുടെ തീരദേശ ഹൈവേ. ആ തീരദേശ ഹൈവേ വിഭാവനം ചെയ്യുന്നത് 2019 നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അത് വന്നതോടുകൂടി ചരക്ക് നീക്കങ്ങൾ എളുപ്പമാക്കുന്നതിനും ഇപ്പുറത്തെ എറണാകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഹൈവേകൾ, ആ ഹൈവേകളിലെ തിരക്ക് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് ഈ തിരക്ക് കുറക്കുന്നതിനെ കുറിച്ച്
ഉള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരദേശ റോഡ് വന്നുകൂടാ. അങ്ങനെ ഈ റോഡുകളെ സംബന്ധിച്ചുള്ള നാറ്റ്പാക്ക് നടത്തിയ ഒരു പഠനത്തെ തുടർന്നാണ് നമുക്കൊരു തീരദേശ ഹൈവേ ആവശ്യമാണ് എന്ന് കണ്ടത്. ആ പഠന റിപ്പോർട്ടാണ് LDF ഗവൺമെന്റ് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ അത് വിഭാവനം ചെയ്യുമ്പോൾ എറണാകുളം ജില്ലയിൽ 2 റീച്ചാണ്. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ ഒന്നും, എറണാകുളം ജില്ലയിൽ മറ്റൊന്ന് ഫോർട്ട് കൊച്ചിക്ക് ഇപ്പുറം വൈപ്പിൻ മുതൽ മുനമ്പം വരെ, അങ്ങനെ എറണാകുളം ജില്ലയിൽ 2 റീച്ചാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തീരദേശ ഹൈവേയുടെ കണക്ഷൻസ്, അതിനെ ഏകോപിപ്പിക്കുന്ന കണക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ വരികയുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നേരത്തെ തന്നെ വിഭാവനം ചെയ്തതാണെങ്കിലും ഒരു 100 കൊല്ലത്തെ സ്വപ്നമാണ് മുനമ്പം അഴീക്കോട് പാലം. 168 കോടി രൂപയുടെ കിഫ്ബി പ്രൊജക്റ്റാണ്. 10 കൊല്ലക്കാലം ഫ്രീസ് ചെയ്തിരുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ MLA ആയി വന്നതിന് ശേഷമാണ് ഞാനും അപ്പുറത്ത് അഴീക്കോടുള്ള MLA ടൈസൺ മാഷും എല്ലാം ഏക മനസ്സോടുകൂടി ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിച്ചത്. അഴീക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ 2 ജില്ലകൾ തമ്മിലുള്ള ഈ തീരദേശ ഹൈവേ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണത്. മറ്റൊന്ന് ഞാറക്കൽ ഭാഗത്ത് ചെറിയൊരു ബ്രിഡ്ജ് കണക്ഷൻ ഉണ്ട്, അതും വരുന്നുണ്ട്. ഇത് രണ്ടും സ്വാഭാവികമായും തീരദേശ ഹൈവേയുടെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ തീരദേശ ഹൈവേയുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വളരെ വേഗം അത് തുടങ്ങാൻ കഴിയും. 2021 ഞാൻ നിയമസഭാ സാമാജികനായി വരുന്ന സന്ദർഭത്തിലാണ് ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേയുടെ ഭാഗത്ത് എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഞാൻ നൽകിയ നിർദ്ദേശം എലിവേറ്റഡ് ഹൈവേയോ അല്ലെങ്കിൽ കടലിനടിയിലൂടെയുള്ള ഒരു തുരങ്കപാത എന്നുള്ള ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അത് എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളുണ്ട്, എൻ്റെ നിവേദനമുണ്ട്. അപ്പോൾ എൻ്റെ നിവേദനവും എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായി നമ്മുടെ മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയുണ്ടായി. അങ്ങനെ LNTയെ കൊണ്ടൊരു പഠനം നടത്തി, അവരനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് നൽകി. അതിനെ തുടർന്ന് വീണ്ടും ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമായതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് KRailന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് താല്പര്യപത്രം ക്ഷണിക്കാൻ, എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കാൻ തീരുമാനിച്ചു. അത് DBFOT എന്ന മാതൃകയിലാണ് നടപ്പാക്കാൻ പോകുന്നത്. അതായത് ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ്, ഫൈനാൻസ് ആൻഡ് ട്രാൻസ്ഫർ, DBFOT. DBFOT എന്ന മാതൃകയിൽ 2762 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ആ കടലിനടിയിലൂടെയുള്ള തുരങ്കപാത എന്നുള്ള ആശയം സഫലീകരിക്കാനായിട്ട് അത് ഫോർട്ട് കൊച്ചി മുതൽ വൈപ്പിൻ വരെ, അപ്പുറത്ത് KB ജേക്കബ് റോഡ് മുതൽ ആരംഭിച്ച് ഇപ്പുറത്ത് വൈപ്പിനിലേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് 2.5 വർഷം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എടുക്കും എന്നാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് തന്നെ ഈ കടലിനടിയിലൂടെയുള്ള തുരങ്കപാതയ്ക്കകത്ത് തന്നെ വളരെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ സർവീസ് റോഡ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മഹത്തായ പദ്ധതിയാണ്. വൈപ്പിങ്കരയുടെ എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ തുരങ്കപാത എന്നുള്ള ആശയം. വലിയ സാധ്യതകൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തു തുടങ്ങി. അവിടെ നിന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, പ്രത്യേകിച്ച് ഇനി ICTT വല്ലാർപാടം വരെയുള്ള ചരക്ക് ഗതാഗത നീക്കത്തിൽ റോറോനെ ആശ്രയിക്കാതെ തന്നെ ഈ ചരക്ക് വണ്ടികളെല്ലാം ഇങ്ങോട്ട് കടന്നു വരാനും അതുപോലെ യാത്ര എല്ലാം സുഗമമാകും. ടൂറിസ്റ്റ് സാധ്യത, വലിയ ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ നൽകുന്ന ഒന്നായിരിക്കും ഈ തുരങ്കപാത. അത് ടൂറിസം രംഗത്തും വലിയൊരു സംഭാവനയായിരിക്കും. അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ പദ്ധതിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇക്കാര്യം.